ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡിയായ ബീറ്റ്റൂട്ടാണ് ഈ നിൽക്കുന്നത്. ഇന്നിത് പിഴുതെടുക്കാൻ പോവുകയാണ്. ഇതുപോലെയുള്ള 5-6 ബീറ്റ്സ് ഉണ്ട്. അതെല്ലാം ഇന്ന് പിഴുതെടുക്കാൻ പോവുകയാണ്. അടുത്തത് ഇതാണ്. ബീറ്റ്റൂട്ടിനൊപ്പം കുറച്ച് ക്യാരറ്റ്സും വളർന്നു വന്നിട്ടുണ്ട്. കുറേ മൂടുകളൊക്കെ ഡാമേജ് ആയിപ്പോയി. എന്നാലും 3-4 മൂടുകളൊക്കെ ഉണ്ട്, പേരിന് മാത്രം. ക്യാരറ്റ്സ് അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടെ അത് റൈപ്പാകാനുണ്ട്. ഒരാഴ്ചയൂടെ കഴിഞ്ഞിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും ബീറ്റ്റൂട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ക്യാരറ്റ്സ് കൂടെ ഉണ്ട്. അത് ഇനി ഒരു ദിവസം അതും ഹാർവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കിളച്ചെടുത്ത് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ പുറത്ത് വെച്ചേക്കാം. ഹാർവെസ്റ്റ് ചെയ്ത ബീറ്റ്റൂട്ട്സ് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആക്കി അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. മിക്കവാറും എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഗാർഡനിലും ഉണ്ടാക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ധാരാളം വെജിറ്റബിൾസൊക്കെ നടുകയും ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുകയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഒരുവിധപ്പെട്ട എല്ലാ വെജിറ്റബിൾസും അങ്ങനെയാണ്. സെപ്റ്റംബർ 2nd വീക്സ് ഒക്കെ ആയല്ലോ. ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ മാസവും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നല്ല ഒരു മെഴുക്കുപുരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കാനുള്ള ബീറ്റ്റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ്സും പിഴുതെടുത്തിട്ടുണ്ട്. അധികം ഒന്നുമില്ല, എന്നാലും നമ്മുടെ ഗാർഡനിൽ ക്യാരറ്റ്സ് ഉണ്ടാകുമെന്നുള്ളതിനൊരു തെളിവാണിത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ക്യാരറ്റ്സും ബീറ്റ്റൂട്ടും എല്ലാമായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ്സിൻ്റെ ഇലകൾ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഞാൻ പിഴുതതേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ക്യാരറ്റ്സും ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് നല്ലൊരു മെഴുക്ക് പുരട്ടി വയ്ക്കാനുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.